ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ സ്ക്വിഡ് മസാലയാണ്. വളരെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഈ ഒരു പെപ്പർ സ്ക്വിഡ് മസാല എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനു വേണ്ടി 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കിയത് ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പ്രഷർ കുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൂന്തൽ കുറച്ച് വേവുള്ളത് കാരണം നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്ന വരെ. ഈ സമയത്ത് വേറൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി 1.5 ടീസ്പൂൺ വീതം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി, ആ ഒരു പച്ചമണം മാറുന്നവരെ. ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് ഒരു 2 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് മാത്രം മതി. ശേഷം ഇതിലേക്ക് വേണ്ടത് 2 സവോള ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയാൽ മതി, ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ. ഈ സമയത്ത് നമ്മളെ കൂന്തൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടെ നമുക്ക് ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു 5 വിസലിന് കുക്കായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ അടുപ്പിച്ചാൽ മതി. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് വേവാണ്. ഇതങ്ങോട്ട് മാറ്റിയേക്കാം. ഈ സമയത്ത് നമ്മൾ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ജ്യൂസ് അടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി ആവാൻ ശ്രദ്ധിച്ചാൽ മതി. ഒരു 3 മിനിറ്റ് എണ്ണ തെളിയുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു പച്ചക്കുത്തൽ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂന്തൽ വേവിച്ചതല്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തോട് കൂടെ ചേർത്തിട്ട് ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, കാരണം നമ്മൾ മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പെപ്പർ സ്ക്വിഡ് മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.